നമസ്കാരം. ഇറാനിൽ നിന്നും US ഉടൻ പിൻവാങ്ങുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം യുദ്ധം നിർത്തുന്നതിനോട് തീരെ താല്പര്യമില്ലാത്ത നിലപാടാണ്, അതായത് ഒട്ടും താല്പര്യമില്ലാത്ത നിലപാടാണ് ഇസ്രയേൽ കൈക്കൊണ്ടിരിക്കുന്നത്. US-നൊപ്പം ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങിയ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ട്രംപ് മറിച്ചു പറഞ്ഞത്. 2-3 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ച വീഡിയോയിൽ US പ്രസിഡന്റ് വ്യക്തമാക്കിയത്. അതോടെ ഹോർമുസ് കടലിടുക്ക് തുറക്കേണ്ടുന്നതിന്റെ ഉത്തരവാദിത്വം അതുവഴിയുള്ള എണ്ണ ചരക്കു നീക്കത്തെ ആശ്രയിക്കുന്ന രാജ്യങ്ങളുടെ മാത്രമാകും എന്നും അദ്ദേഹം പറഞ്ഞവസാനിപ്പിച്ചു. ഇറാൻ അടച്ച ഹോർമുസ് കടലിടുക്കിൽ ഇനി എന്തു സംഭവിക്കുമെന്ന കാര്യത്തിൽ US-ന് ഒന്നും ചെയ്യാനില്ല എന്നും, അതായത് യുദ്ധത്തിന്റെ 5-ാം ആഴ്ചയിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവന എത്തിയിരിക്കുന്നത്. ഇറാനെതിരെയുള്ള US-ന്റെ യുദ്ധ നടപടികളെ പിന്തുണയ്ക്കാനായി കൂടുതലൊന്നും ചെയ്യാത്ത നാറ്റോ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളോട് അതൃപ്തിയും ട്രംപ് വ്യക്തമാക്കി. നിങ്ങൾക്കുള്ള എണ്ണ നിങ്ങൾ തന്നെ പോയി കണ്ടെത്തൂ എന്നാണ് അവരോടായി പറഞ്ഞത്. ഇറാൻ പ്രസിഡന്റ് US-നോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും എന്നാൽ ഹോർമുസ് കപ്പലുകൾക്ക് പൂർണ്ണമായും തുറന്നുകൊടുത്താൽ US അക്കാര്യം പരിഗണിക്കും എന്നാണ് ട്രംപ് ബുധനാഴ്ച പറഞ്ഞു നിർത്തിയത്. അതുവരെ ഇറാനെ തകർത്തുകൊണ്ടേയിരിക്കും, ശിലായുഗത്തിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്യും എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാൻ ഇക്കാര്യം നിഷേധിച്ചിരിക്കുകയാണ്. അതായത് വെടിനിർത്തൽ സംബന്ധിച്ച് US പ്രസിഡന്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിൽ നിന്നും ഇറാൻ നേരിട്ട് സന്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി പറയുന്നു. അതേസമയം US-മായി ഇതുവരെ നേരിട്ട് ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാനിൽ നിന്നും US ഉടൻ പിൻവാങ്ങുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച വ്യക്തമാക്കിയത്. ആവശ്യമെങ്കിൽ തിരിച്ചു വരും എന്നാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞത്. US-നൊപ്പം ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. എന്തായാലും 2-3 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഉറച്ചാണ് ട്രംപ് ഇറങ്ങിയിരിക്കുന്നത്. ഇറാനെതിരെയുള്ള US-ന്റെ യുദ്ധ നടപടികളെ പിന്തുണയ്ക്കാനായി കൂടുതലൊന്നും ചെയ്യാത്ത നാറ്റോ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളോട് അതൃപ്തിയും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള എണ്ണ നിങ്ങൾ തന്നെ പോയി കണ്ടെത്തൂ എന്ന് അവരോട് പറയുമ്പോൾ പൂർണ്ണമായും തനിക്ക് അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല എന്ന് വ്യക്തമായി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്തായാലും ശിലായുഗത്തിലേക്ക് പറഞ്ഞുവിടും, അതായത് ഇറാനെ ശിലായുഗത്തിലേക്ക് പറഞ്ഞുവിടും എന്ന് പറയുന്നിടത്ത് ഇറാന്റെ സകല സൈനിക ശക്തിയും തകർത്ത് അവരെ ഇല്ലായ്മ ചെയ്ത് ആ ശിലായുഗത്തിലേക്ക് പറഞ്ഞയക്കും എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അതേസമയം US-മായി ഇതുവരെയും നേരിട്ട് ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന നിലപാടിലാണ് ഇറാൻ നിൽക്കുന്നത്. എന്തായാലും യുദ്ധം വരും ദിവസങ്ങളിൽ കൊടുമ്പിരി കൊള്ളുമെന്ന ട്രംപിന്റെ വാക്ക് എത്രത്തോളം ഫലവത്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.